ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ചു. പാടത്ത് പൊന്നു വിളയിച്ച് കർഷകർ. പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ തരിശുകിടക്കുന്ന പാടങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കി. കൈതക്കോട് വാറൂർ ഏലായിലെ 13ഓളം കർഷകർ പദ്ധതി ഏറ്റെടുത്തതോടെ പാടത്ത് പൊന്നു വിരിഞ്ഞു. നെല്ലെല്ലാം കൊയ്തുമതിച്ചെറിഞ്ഞാലും കേറിയിറങ്ങിയാലും വീണ്ടലാണ്. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ അറകൾ മീറച്ചും പത്തായം മീറച്ചും ഇറങ്ങി വരുമ്പോഴും വീണ്ടലാണ്. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ എന്നാലും തമ്പ്രാൻ മിണ്ടാത്തതെന്ത് നീലിക്കൂ. നിരവധി പ്രതിസന്ധികളെ മറികടന്നാണ് ഈ പാടത്ത് കൃഷി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ കർഷകരെ ഒരുമിപ്പിച്ചു. പക്ഷേ കൃഷിക്കാവശ്യമായ വെള്ളം പ്രതിസന്ധിയായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വയലിലൂടെ ഒരു തോട് വെട്ടി സമീപത്തുകൂടി പോയിരുന്ന മറ്റൊരു തോട്ടിലെ വെള്ളം ഈ തോട്ടിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്നു. പഞ്ചായത്തും കൃഷിവകുപ്പും സാഹചര്യമൊരുക്കിയപ്പോൾ കർഷകർ ഉഷാറായി. 11 ഹെക്ടർ പാടത്ത് വിത്ത് വിതച്ച് 120 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ പൊന്നു വിളഞ്ഞിരിക്കുകയാണ്. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നെല്ല് സംഭരിച്ചു തുടങ്ങി. വാറൂർ ഏലായിലെ കർഷകരും കർഷക തൊഴിലാളികളും ഇന്ന് ആഘോഷത്തിലാണ്. അവർ അവരുടെ സന്തോഷം ആടിയും പാടിയും ആഘോഷിച്ചു. നെല്ലെല്ലാം കൊയ്തുമതിച്ചെറിഞ്ഞാലും കേറിയിറങ്ങിയാലും വീണ്ടലാണ്. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ അറകൾ മീറച്ചും പത്തായം മീറച്ചും ഇറങ്ങി വരുമ്പോഴും വീണ്ടലാണ്. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ എന്നാലും തമ്പ്രാൻ മിണ്ടാത്തതെന്ത് നീലിക്കൂ യോഗ്യത പരാഞ്ഞോ. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ അക്കണ്ടം നട്ടു ഞാനീ കണ്ടം നട്ടു മേലെ കണ്ടം ഞാൻ താനെ നട്ടു. തെയ്യോദീനം ദോദിനോദിനം താരോ തെയ്യോദീനം ദോദിനോദിനം താരോ. കർഷകർ പൊലിക എന്ന പേരിൽ കാർഷിക മഹോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സുമാലാൽ ഉദ്ഘാടനം ചെയ്തു. വലിയ കുളിർമ സൃഷ്ടിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കാർഷിക പാരമ്പര്യം, അതിൻ്റെ പൈതൃകം, അതെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പവിത്രേശ്വരം പഞ്ചായത്തിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഈ വാർഡിൽ നടത്തുന്ന പ്രവർത്തനം നമുക്ക് മനസ്സിന് വല്ലാതെ സന്തോഷം പകർന്നു നൽകുന്ന ഒന്നാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കൃഷി എന്നുള്ളത് ഏറ്റവും പഴമയുള്ള തൊഴിലാണ്. ഏറ്റവും പഴയ തൊഴിലാണ് കൃഷി എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിന് ജീവനാധാരമായിട്ടുള്ള മനുഷ്യരുടെ മാത്രമല്ല, മറ്റ് ജീവജാലം പക്ഷികളും മൃഗങ്ങളും അടക്കം അവർക്കെല്ലാം വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു വൃത്തിയാണ് കൃഷി എന്നുള്ളത്. നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു കാർഷിക രാജ്യമാണ്. നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ കാർഷിക വൃത്തിയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നോ അവരെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തീർച്ചയായിട്ടും കാർഷിക രംഗത്താണ്.
പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മളുടെ കേരളത്തിലെ ഗവൺമെൻറ് ഈ അടുത്ത കാലത്തായി വളരെ ജാഗ്രതയോടുകൂടി തരിച്ചു കിടക്കുന്ന നിലങ്ങളെല്ലാം സമ്പൂർണ്ണമായി കൃഷി ചെയ്യുന്നതിനും ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും എല്ലാം ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നടന്നു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമകരമായിട്ടുള്ള പ്രവർത്തികളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന് വലിയ സഹായകരമായിട്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മളുടെ പൗത്രേശ്വരം പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം അതിനോട് തോളുരുമി നിന്ന് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം അമീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GN മനോജ് സ്വാഗതം പറഞ്ഞു. കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ നവീത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സുരേഷ്, രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.